+1 മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ചാപ്റ്റർ 5 കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. ദിസ് ഇസ് പാർട്ട് 3. വീഡിയോ പാർട്ട് 1 പാർട്ട് 2 കണ്ട ശേഷം പാർട്ട് 3 വീഡിയോ കാണണം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആർഗൻഡ് പ്ലെയിൻ, പോളാർ റെപ്രസെൻറ്റേഷൻ ആൻഡ് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് ഫ്രം ദിസ് സെക്ഷൻ. പാർട്ട് 1-ൽ നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കി. അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിഫറൻസ് ആൻഡ് ഡിവിഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് നമ്മൾ പഠിച്ചു. Then multiplicative inverse of a complex number, modulus and conjugate of a complex number, converting to a plus ib form. ഇതൊക്കെ നമ്മൾ പാർട്ട് 1-ൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 2-ൽ എക്സസൈസ് 5.1-ലെ എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്തു. അതിൽ 2 ടൈപ്പ് പ്രോബ്ലംസ് ആണ് ഉണ്ടായിരുന്നത്. കൺവേർട്ടിംഗ് ടു എ പ്ലസ് ഐ ബി ഫോം ആൻഡ് ഫൈൻഡ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. പാർട്ട് 1 പാർട്ട് 2 വീഡിയോ കണ്ട് മനസ്സിലാക്കിയ ശേഷം പാർട്ട് 3 വീഡിയോ കാണുക. പാർട്ട് 3 വീഡിയോ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പാർട്ടിൽ നിന്ന് എക്സാമിന് ഷുവർ ആയിട്ടും പ്രോബ്ലം വരും. അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ ആർഗൻഡ് പ്ലെയിൻ ആൻഡ് പോളാർ റെപ്രസെൻറ്റേഷൻ. പോളാർ റെപ്രസെൻറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൊതുവെ എല്ലാ എക്സാമിനും ഈ ഒരു പ്രോബ്ലം ചോദിച്ച് കാണാറുണ്ട്. നൗ ആർഗൻഡ് പ്ലെയിൻ. Consider a complex number z equal to x plus iy. Corresponding to any complex number, we get an ordered pair xy. ഈ എക്സ് റിയൽ പാർട്ടിനെ എക്സ് കോർഡിനേറ്റ് ആയിട്ട് എടുക്കണം, ഇമാജിനറി പാർട്ടിനെ വൈ കോർഡിനേറ്റ് ആയിട്ട് എടുക്കണം. ഇപ്പം ഏത് കോംപ്ലക്സ് നമ്പർ തന്നു കഴിഞ്ഞാലും നമുക്കതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഓർഡേർഡ് പെയർ എക്സ് വൈ കാണാൻ പറ്റും. ഒരു ഓർഡേർഡ് പെയർ എക്സ് വൈ തന്നു കഴിഞ്ഞാൽ അതിനെ എക്സ് വൈ പ്ലെയിനിൽ മാർക്ക് ചെയ്യാൻ നമുക്ക് അറിയാം. പോയിന്റ്സിനെ എക്സ് വൈ പ്ലെയിനിൽ, കാർട്ടീഷ്യൻ പ്ലെയിനിൽ പ്ലോട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ. എക്സ് ആക്സിസ് വൈ ആക്സിസ് എടുക്കും, എന്നിട്ട് എക്സ് ഡിസ്റ്റൻസ് ഇവിടുന്ന് ഒറിജിന്ന് എക്സ് ഡിസ്റ്റൻസ് ഇങ്ങോട്ട് മൂവ് ചെയ്യും, വൈ ഡിസ്റ്റൻസ് പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് വൈ എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് കിട്ടും. കൺസിഡർ കാർട്ടീഷ്യൻ പ്ലെയിൻ. Now this point is taken as 0, 0. 0, 0 is known as origin. Now consider a point 2, 3. ഈ 2, 3 എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒറിജിന്ന് റൈറ്റിലേക്ക് 2 യൂണിറ്റ് മൂവ് ചെയ്യും, പിന്നെ നേരെ മുകളിലോട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് 3 യൂണിറ്റ് മൂവ് ചെയ്യും. ഇപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ പോയിന്റ് ആണ് 2, 3. ഒറിജിന്ന് റൈറ്റിലേക്ക് 2 യൂണിറ്റ്സ് മൂവ് ചെയ്യണം. 2 എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് മുകളിലോട്ട് 3 യൂണിറ്റ്സ് മൂവ് ചെയ്യണം. അപ്പോൾ ഈ കിട്ടുന്ന പോയിന്റ് ആണ് 2, 3. അതുപോലെ -3, 1 നമ്മൾ പ്ലോട്ട് ചെയ്യണമെങ്കിൽ ഒറിജിന്ന് ലെഫ്റ്റിലേക്ക് 3 യൂണിറ്റ്സ് മൂവ് ചെയ്യണം, ദെൻ അപ്വേർഡ് 1 യൂണിറ്റ്. സോ ദിസ് പോയിന്റ് ഇസ് -3, 1. പിന്നെ ഇവിടെ ഇരിക്കുന്ന പോയിന്റ് ഏതാ? -1.5, -2.5. ഇപ്പൊ കാർട്ടീഷ്യൻ പ്ലെയിനിൽ പോയിന്റ്സ് പ്ലോട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ കാർട്ടീഷ്യൻ പ്ലെയിൻ ആ നെയിം വരാൻ കാരണം മാത്തമാറ്റീഷ്യൻ റെനെ ഡെസ്കാർട്ടസ്, അദ്ദേഹത്തിന്റെ സെക്കൻഡ് നെയിമിൽ നിന്നാണ് കാർട്ടീഷ്യൻ പ്ലെയിൻ എന്ന് പറഞ്ഞ പേര് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയ ഒരു കോട്ടാണിത്. ഐ തിങ്ക് ദെർഫോർ ഐ ആം, ഐ തിങ്ക് സോ ഐ ആം. അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താന്ന് വെച്ചാൽ we have to use our ability to reason, or we have to use our thinking ability to discover the truth. നല്ല കൊട്ടേഷൻ ആണല്ലേ. ഇനി നമുക്ക് ആർഗൻഡ് പ്ലെയിനിലേക്ക് വരാം. ആർഗൻഡ് പ്ലെയിനും കാർട്ടീഷ്യൻ പ്ലെയിനും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ, ആർഗൻഡ് പ്ലെയിനിൽ നമ്മൾ എക്സ് ആക്സിസിനെ റിയൽ ആക്സിസ് ആയിട്ട് എടുക്കും, വൈ ആക്സിസിനെ ഇമാജിനറി ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, വി ടേക്ക് എക്സ് ആക്സിസ് ആസ് റിയൽ ആക്സിസ് ആൻഡ് വൈ ആക്സിസ് ആസ് ഇമാജിനറി ആക്സിസ്. ഇപ്പോൾ എക്സ് പ്ലസ് ഐ വൈ എന്ന് പറഞ്ഞ ഒരു കോംപ്ലക്സ് നമ്പറിനെ നമ്മളൊരു ഓർഡേർഡ് പെയർ ആക്കിയിട്ട് മാറ്റും. റിയൽ പാർട്ടിനെ എക്സ് കോർഡിനേറ്റ് ആയിട്ട് എടുക്കും, ഇമാജിനറി പാർട്ടിനെ വൈ കോർഡിനേറ്റ് ആയിട്ട് എടുക്കും. ഒരു കോംപ്ലക്സ് നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഓർഡേർഡ് പെയർ കിട്ടും. ആ ഓർഡേർഡ് പെയറിനെ നമ്മൾ ഈ പ്ലെയിനിൽ പ്ലോട്ട് ചെയ്യാം. ഈ പ്ലെയിനിനെ വിളിക്കുന്ന പേരാണ് ആർഗൻഡ് പ്ലെയിൻ. കോംപ്ലക്സ് നമ്പർ പ്ലോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്ലെയിൻ ആണ് ആർഗൻഡ് പ്ലെയിൻ. ഒറിജിന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് എക്സ്, ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വൈ ആയിക്കഴിഞ്ഞാൽ ഈ പോയിന്റ് സെഡ് എക്സ് വൈ ഓർ സെഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ. എക്സ് ആക്സിസിനെ റിയൽ ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യണം, വൈ ആക്സിസിനെ ഇമാജിനറി ആക്സിസ് ആയിട്ട് എടുക്കണം. എക്സ് ആക്സിസിൽ നമ്മൾ റിയൽ വാല്യൂ എടുക്കും, വൈ ആക്സിസിൽ ഇമാജിനറി വാല്യൂ വൈ എടുക്കും. ദ നെയിം ആർഗൻ പ്ലെയിൻ ഇസ് ഡ്യൂ ടു ജീൻ റോബർട്ട് ആർഗൻഡ്. ഓക്കെ, കാർട്ടീഷ്യൻ പ്ലെയിൻ റെനെ ഡെസ്കാർട്ടസിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ആർഗൻഡ് പ്ലെയിൻ അറിയപ്പെടുന്നത് ജീൻ റോബർട്ട് ആർഗൻഡ്.
Argand plane. The plane having a complex number assigned to each of its point is called the complex plane or Argand plane. ഇപ്പോൾ നമ്മൾ 2+3i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിയൽ പാർട്ടിനെ എക്സ് കോർഡിനേറ്റ് ആയിട്ട് എടുക്കണം, ഇമാജിനറി പാർട്ടിനെ വൈ കോർഡിനേറ്റ് ആയിട്ട് എടുക്കണം. അപ്പോൾ നമുക്കൊരു പോയിന്റ് കിട്ടും 2, 3 എന്ന് പറയുന്ന പോയിന്റ്. 2, 3 എന്ന് പറയുന്ന പോയിന്റ് പ്ലോട്ട് ചെയ്യാൻ നമുക്കറിയാം. ഒറിജിനിന്ന് റൈറ്റിലേക്ക് 2 യൂണിറ്റ്സ് മൂവ് ചെയ്യണം, നേരെ മുകളിലോട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് മുകളിലോട്ട് 3 യൂണിറ്റ്സ് മൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന പോയിന്റ് ആണ് 2, 3. അപ്പോൾ ഓരോ കോംപ്ലക്സ് നമ്പറിനെയും ഈ പ്ലെയിൻ്റെ അകത്ത് നമുക്ക് പ്ലോട്ട് ചെയ്യാം. 2+3i നമ്മൾ എങ്ങനെയാണോ പ്ലോട്ട് ചെയ്തത് അതുപോലെ ഏത് കോംപ്ലക്സ് നമ്പർ തന്നു കഴിഞ്ഞാലും ഈ പ്ലെയിൻ്റെ അകത്ത് നമുക്ക് ആ പോയിന്റിനെ പ്ലോട്ട് ചെയ്യാൻ പറ്റും. ആ പ്ലെയിനിനെയാണ് നമ്മൾ വിളിക്കുന്നത് ആർഗൻഡ് പ്ലെയിൻ ഓർ കോംപ്ലക്സ് പ്ലെയിൻ. എ പ്ലെയിൻ ഹാവിംഗ് എ കോംപ്ലക്സ് നമ്പർ അസൈൻഡ് ടു ഈച്ച് ഓഫ് ഇറ്റ്സ് പോയിന്റ് is called the complex plane. എനിക്ക് ഒറിജിന്ന് സെഡ് എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എത്തണമെങ്കിൽ ഞാൻ എങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടത്? ഒറിജിന്ന് എക്സ് യൂണിറ്റ് റൈറ്റിലേക്ക് മൂവ് ചെയ്യണം, ഇനി നേരെ മുകളിലോട്ട് വൈ യൂണിറ്റ് മൂവ് ചെയ്യണം, പെർപെൻഡിക്കുലർ ആയിട്ട് വൈ യൂണിറ്റ് മൂവ് ചെയ്യണം. അപ്പം ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സെഡിലേക്ക് എത്താം. അതിനേക്കാളും എളുപ്പമായിട്ട് ഒരു വഴിയുണ്ട് അല്ലേ? ഈ റൂട്ടിലൂടെ പോയി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് സെഡിലേക്ക് എത്താം. ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ മോഡുലസ് ഓഫ് സെഡ് എന്ന് വിളിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ മോഡുലസ് ഓഫ് സെഡ് എന്ന് വിളിക്കുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ആർ. ഓക്കെ, ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് 2 മെത്തേഡ് ഉണ്ട്. ഒന്നെങ്കിൽ പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്, ഇവിടെ 90 ഡിഗ്രി ആണ്. സോ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. സോ ആർ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. സോ ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. പൈത്തഗോറസ് തിയറം ഉപയോഗിച്ചും കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചാലും മതി. ഒറിജിൻ 0, 0യിൽ നിന്നും സെഡ് എക്സ് വൈയിലേക്കുള്ള ഡിസ്റ്റൻസ് ഫോർമുല ഇസ് റൂട്ട് ഓഫ് എക്സ് മൈനസ് 0 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 0 ഹോൾ സ്ക്വയർ. ദാറ്റ് ഇസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. സോ മോഡുലസ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇപ്പോൾ 2 രീതിയിൽ കണ്ടുപിടിക്കാം. പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ട് കണ്ടുപിടിക്കാം, ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്തിട്ട് കണ്ടുപിടിക്കാം. ഇപ്പോൾ ഈ 6 കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. If z is equal to x plus iy, r is equal to root of x square plus y square. r നമുക്ക് പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. എക്സും വൈയും അറിയാമെങ്കിൽ r is equal to root of x square plus y square. ഇതാണ് നമ്മുടെ z x y. നമ്മൾ z bar പഠിച്ചിട്ടുണ്ട്. If z is equal to x plus iy, z bar is equal to x minus iy. ഇമാജിനറി പാർട്ടിന്റെ സൈന് മാറും. ഇനി നമ്മൾ z ബാറിനെ ജോമെട്രിക്കൽ ആയിട്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ സെഡ് ബാർ. ഈ ഡിസ്റ്റൻസ് സെയിം ആണ്, എക്സ് തന്നെയാണ്, വൈ വാല്യൂ മാത്രമേ മാറുന്നുള്ളൂ. ഇമാജിനറി പാർട്ടിന്റെ സൈനാണ് മാറുന്നത്, അതായത് ഐ ഇൻറ്റു മൈനസ് വൈ ആയിട്ട് മാറും. അപ്പോൾ വൈ നമ്മൾ നേരെ താഴെ പെർപെൻഡിക്കുലർ ആയിട്ട് പോകണം, വൈ ഡിസ്റ്റൻസ് മൂവ് ചെയ്യണം. ഇവിടെ വൈ വാല്യൂ നെഗറ്റീവ് ആണ്, സോ വൈ കോർഡിനേറ്റ് ഇസ് നെഗറ്റീവ്. എക്സ് കൊമ മൈനസ് വൈ. സെഡ് ബാർ ഇസ് ദ പോയിന്റ് എക്സ് മൈനസ് വൈ. ഇവിടെ സെഡ് എക്സ് വൈ ആണെങ്കിൽ അതിന് നേരെ താഴെ ഈ പോയിന്റിൽ നിന്ന് വൈ ഡിസ്റ്റൻസിൽ പെർപെൻഡിക്കുലർ ആയിട്ട് താഴോട്ട് മൂവ് ചെയ്യണം. അന്നേരം കിട്ടുന്ന പോയിന്റ് ആണ് സെഡ് ബാർ. സെഡ് ബാർ ഇസ് എക്സ് മൈനസ് വൈ. മോഡുലസ് ഓഫ് സെഡ് ബാർ ഇസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് മൈനസ് വൈ ഹോൾ സ്ക്വയർ. ഹിയർ റിയൽ പാർട്ട് ഇസ് എക്സ്, ഇമാജിനറി പാർട്ട് ഇസ് മൈനസ് വൈ. സോ എക്സ് സ്ക്വയർ പ്ലസ് മൈനസ് വൈ ഹോൾ സ്ക്വയർ. Minus y whole square is y square. So modulus of z bar is equal to root of x square plus y square. So modulus of z is equal to modulus of z bar. ഇനി നമുക്ക് ഈ ഒരു പോയിന്റും കൂടി കണ്ടുപിടിക്കാം. മൈനസ് സെഡ് ഇസ് മൈനസ് എക്സ് മൈനസ് ഐ വൈ. ഇത് 3rd ക്വാഡ്രന്റിൽ വരുന്ന പോയിന്റ് ആണ്. ഇവിടെ നേരെ താഴെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ ഡിസ്റ്റൻസ് എക്സും താഴോട്ടുള്ള ഡിസ്റ്റൻസ് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് വൈ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 3rd ക്വാഡ്രന്റിൽ കിട്ടുന്ന പോയിന്റ് ആണ് മൈനസ് എക്സ് മൈനസ് വൈ. ഒറിജിന് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യണം എക്സ് യൂണിറ്റ്, അവിടുന്ന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് ഡൗൺവേർഡ് മൂവ് ചെയ്യണം. വൈ യൂണിറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പോയിന്റ് ആണ് മൈനസ് എക്സ് മൈനസ് വൈ. ഒറിജിന് ലെഫ്റ്റിലേക്ക് എക്സ് യൂണിറ്റും അവിടെ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് ഡൗൺവേർഡ് മൂവ് ചെയ്യണം, വൈ യൂണിറ്റ് മൂവ് ചെയ്യണം. അന്നേരം കിട്ടുന്ന പോയിന്റ് ആണ് മൈനസ് സെഡ്. Minus z is minus x minus y. Now modulus of minus z is root of minus x square plus minus y whole square. Minus x square is x square. Minus y whole square is y square. So root of x square plus y square. So modulus of minus z is equal to modulus of z. So we have modulus of z is equal to modulus of z bar, that is equal to modulus of minus z.
സെഡ് സെഡ് ബാർ മൈനസ് സെഡിന്റെ മോഡുലസ് കണ്ടുപിടിച്ചു. ഇനി വേറൊരു കോംപ്ലക്സ് നമ്പറും കൂടിയുണ്ട്. അതേതാ? -x+iy സെക്കൻഡ് ക്വാഡ്രന്റിൽ വരുന്ന കോംപ്ലക്സ് നമ്പർ ആണ്. മോഡുലസ് ഓഫ് z1 ഈക്വൽ ടു റൂട്ട് ഓഫ് -x ഹോൾ സ്ക്വയർ പ്ലസ് y സ്ക്വയർ. Okay, here real part is -x. So -x whole square. -x square is x square. So root of x square plus y square which is equal to modulus of z. x, y ക്ക് ഒരു പെർട്ടിക്കുലർ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ 4 പോയിന്റ്സ് കിട്ടും. x, y രണ്ടും പോസിറ്റീവ് ആയത്, അതായത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്ന പോയിന്റ് ആണ്. -xy സെക്കൻഡ് ക്വാഡ്രന്റിലെ പോയിന്റ്, -x-y തേർഡ് ക്വാഡ്രന്റിൽ വരുന്ന പോയിന്റ്, x-y ഫോർത്ത് ക്വാഡ്രന്റിൽ വരുന്ന പോയിന്റ്. ഇതിന്റെ ഒക്കെ മോഡുലസ് സെയിം ആണ്. For example, consider the point 2, 3. When we take x is equal to 2, y is equal to 3, we get the point 2, 3 which is in first quadrant. Z is equal to 2 plus 3i. Modulus of z is root of 4 plus 9 which is root 13. When we consider -2, 3, its modulus is root 13. When we take -2, -3, its modulus is also root 13. And when we consider point in fourth quadrant 2 -3, its modulus is also same as root 13. So for all these points r is equal to root of x square plus y square. When z is purely imaginary, z lies in imaginary axis. 3i, ഇവിടെ real part 0. So z is the point 0, 3. Real part is 0, imaginary part is 3. So this point here 1, 2, 3 ഈ point ആണ് 0, 3 എന്ന് പറയുന്ന പോയിന്റ്. ഇവിടെയാണ് നമ്മുടെ z ഇരിക്കുന്നത്. z is equal to 3a. z പ്യൂർലി റിയൽ നമ്പർ ആയി കഴിഞ്ഞാൽ ഇഫ് z is equal to 3, ആ z നമ്മൾ റിയൽ ആക്സിസിന്റെ മുകളിലാണ് എടുക്കുന്നത്. 3, 0 എന്ന് പറയുന്ന പോയിന്റ് ആണ് z. ഇവിടെയാണ് നമ്മുടെ 3 എന്ന് പറയുന്ന പോയിന്റ് വരുന്നത്. ഇതിന്റെ ഇമാജിനറി പാർട്ട് 0. Now polar representation. Now take x axis as real axis, y axis as imaginary axis. Consider a complex number z is equal to x plus iy. ഇപ്പോൾ ഇവിടുന്ന് ഈ ഡിസ്റ്റൻസ് എക്സും ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് വൈ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പോയിന്റ് ആണ് സെഡ് എക്സ് വൈ. നൗ മോഡുലസ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ആർ വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഈ മോഡുലസ് മാത്രം തന്നു കഴിഞ്ഞാൽ, ഈ ഡിസ്റ്റൻസ് മാത്രം തന്നു കഴിഞ്ഞാൽ ഈ സെഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? യുണീക്കായ സെഡ് നമുക്ക് കിട്ടുമോ? നമുക്ക് ജിയോജിബ്ര വെച്ചിട്ട് അതൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ഞാനിവിടെ ആർ മോഡുലസ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 5 ആണ് എടുത്തിരിക്കുന്നത്. മോഡുലസ് ഓഫ് സെഡ് 5 എന്ന് എടുത്തപ്പോൾ ഇവിടെ ഒരു പോയിന്റ് പി എന്ന് പറഞ്ഞ ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്. പോയിന്റ് ഇസ് 3.42, 3.64. പക്ഷേ ഈ സർക്കിളിന്റെ മുകളിൽ ഡിഫറൻ്റ് ആയ പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ എല്ലാം റേഡിയസ് 5 ആയതുകൊണ്ട്, സർക്കിളിന്റെ റേഡിയസ് 5 ആയതുകൊണ്ട് ഈ സർക്കിളിന്റെ മുകളിൽ ഇരിക്കുന്ന ഏത് പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാലും ഈ ഡിസ്റ്റൻസ് 5 തന്നെയാണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് മാത്രം തന്നു കഴിഞ്ഞാൽ യുണീക്കായ സെഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ പോയിന്റ് മൂവ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഈ ആംഗിൾ ചേഞ്ച് ആവുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ ആംഗിൾ ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, പീനെ ഞാൻ മൂവ് ചെയ്യാണ്. ആംഗിളിൽ വരുന്ന മാറ്റം ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ആംഗിൾ കൂടിക്കൊണ്ട് പോകുന്നുണ്ട് അല്ലേ? ഇതാ 135 ഡിഗ്രി ആയി. അപ്പോൾ ഈ പോയിന്റ് കണ്ടുപിടിക്കാൻ, സെഡ് എന്ന് പറയുന്ന പോയിന്റ് കണ്ടുപിടിക്കാൻ 6 മാത്രം കിട്ടിയാൽ പോരാ, നമുക്ക് ഈ ആംഗിളും കൂടി വേണം. 6 മാത്രം തന്നു കഴിഞ്ഞാൽ ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സ് നമുക്ക് കിട്ടും. ഒരു പെർട്ടിക്കുലർ ആയ യുണീക്കായ സെഡ് കിട്ടണമെങ്കിൽ ഈ 6ന്റെ കൂടെ ഈ ആംഗിളും കൂടി തരണം. സെഡ് ഇസ് ഈക്വൽ ടു -3.54 പ്ലസ് i ഇൻറ്റു 3.54 എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടത്തുള്ളൂ. ഇത് അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. ഇവിടെ ആക്ച്വലി വരുന്നത് ഇറാഷണൽ നമ്പർ ആണ്. cos 90 പ്ലസ് 45 ഇറാഷണൽ നമ്പർ ആണ് കിട്ടുന്നത് ആൻസർ ആയിട്ട്. ഇത് അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. ഓക്കെ, സെഡ് എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പർ ഫോം ചെയ്യണമെങ്കിൽ മോഡുലസ് ഓഫ് സെഡിന്റെ കൂടെ ഈ ആംഗിളും കൂടി നമുക്ക് അറിഞ്ഞിരിക്കണം. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയത് മോഡുലസ് ഓഫ് സെഡ് മാത്രം തന്നു കഴിഞ്ഞാൽ യുണീക്ക് സെഡ് കിട്ടത്തില്ല. അതിന് പകരം നമുക്ക് എന്തും കൂടി തരണം? ഈ ആംഗിളും കൂടി തരണം. ഈ ആംഗിൾ മാറും തോറും സെഡ് മാറുന്നുണ്ട്. 6 റേഡിയസുള്ള സർക്കിളിലൂടെ ഈ പോയിന്റ് മൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് പെർട്ടിക്കുലർ ആയ ഒരു ആംഗിൾ, ഒരു ഫിക്സഡ് ആംഗിൾ തന്നാൽ മാത്രമേ ഒരു ഫിക്സഡ് ആയ സെഡ് കിട്ടുകയുള്ളൂ. ഈ ആംഗിൾ അറിയപ്പെടുന്നത് ആർഗ്യുമെന്റ് ഓഫ് സെഡ്, ആർഗ്യുമെന്റ് ഓർ ആംപ്ലിറ്റ്യൂഡ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ആർഗ് സെഡ്. If this angle is theta, we know that cos theta equal to adjacent side by hypotenuse. Now in this right angle triangle, cos theta equal to adjacent side by hypotenuse. Cos theta is adjacent side by hypotenuse. So adjacent side is hypotenuse into cos theta. Hypotenuse is r, so r cos theta. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ r cos theta എന്ന് എഴുതിയിരിക്കുന്നത്.
ഈ ലെങ്ത് ആർ കോസ് തീറ്റയാണ്. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഈ പെർപെൻഡിക്കുലർ ലെങ്ത് ആർ സൈൻ തീറ്റ, അത് കിട്ടുന്നത് എങ്ങനെയാണ്? സൈൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. Opposite side equal to hypotenuse into sin theta, that is r sin theta. So opposite side is r sin theta. So x is equal to r cos theta, y is equal to r sin theta. ഇപ്പോൾ സെഡ് എക്സ് വൈക്ക് പകരം നമുക്ക് സെഡ് ആർ കോസ് തീറ്റ ആർ സൈൻ തീറ്റ എന്ന് എഴുതാം. എക്സ് ഉള്ള സ്ഥലത്ത് ആർ കോസ് തീറ്റ എഴുതണം, വൈ ഉള്ള സ്ഥലത്ത് ആർ സൈൻ തീറ്റ എഴുതണം. ഓക്കെ, സെഡ് എക്സ് വൈക്ക് പകരം നമുക്ക് എങ്ങനെ എഴുതാം? സെഡ് ആർ കോസ് തീറ്റ ആർ സൈൻ തീറ്റ. Or set equal to x plus iy, that is equal to r cos theta plus I r sin theta. This form is known as polar form of complex number. ഈ ഫോം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ അറിഞ്ഞിരിക്കണം? ഈ ഡിസ്റ്റൻസ് r അറിഞ്ഞിരിക്കണം, ഈ ആംഗിൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ദിസ് ആംഗിൾ ഇസ് നോൺ ആസ് ആർഗ്യുമെന്റ് ഓർ ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ആറും തീറ്റ അറിയാമെങ്കിൽ നമുക്ക് സെഡിനെ r cos theta plus I r sin theta, or taking r outside, we get z is equal to r into cos theta plus I sin theta. This form is known as polar form. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Polar form of z is z equal to r into cos theta plus I sin theta. If this argument satisfies this condition, minus pi less than theta less than or equal to pi, then that theta is known as principal argument. The value of theta such that minus pi less than theta less than or equal to pi is called principal argument. അപ്പോൾ നമ്മൾ എടുക്കുന്ന ആർഗ്യുമെന്റിന്റെ വാല്യൂ മൈനസ് പൈ പൈയുടെ ഇടയിലാണ് വരുന്നത്. മൈനസ് പൈ ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ or equal to pi, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ആർഗ്യുമെന്റ് ഫൈൻഡ് ആർഗ്യുമെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ എടുക്കുന്ന വാല്യൂ മൈനസ് പൈ പൈൻ്റെ ഇടയിൽ വരുന്ന വാല്യൂ ആയിരിക്കും. മൈനസ് പൈ ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ or equal to pi, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന തീറ്റയാണ് നമ്മൾ എടുക്കാറ്. മെത്തഡ് ഓഫ് ഫൈൻഡിങ് ആർഗ്യുമെന്റ്. ആർഗ്യുമെന്റ് കണ്ടുപിടിക്കാൻ 2 സ്റ്റെപ്സ് ആണുള്ളത്. സ്റ്റെപ്പ് 1 ശ്രദ്ധിച്ചിട്ട് കേൾക്കണം. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു ഓർഡേർഡ് പെർ എക്സ് വൈ is equal to r cos theta r sin theta. So r cos theta is x, r sin theta is y. So cos theta is x by r, sin theta is y by r. നമ്മൾ ഈ തീറ്റ കണ്ടുപിടിക്കാൻ ആദ്യത്തെ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് we have to take positive value of sin theta. ഓക്കെ, പോസിറ്റീവ് വാല്യൂ എടുക്കണം. സൈൻ തീറ്റയുടെ പോസിറ്റീവ് വാല്യൂ എടുത്തിട്ട് തീറ്റ കണ്ടുപിടിക്കണം. ഇപ്പോൾ സൈൻ തീറ്റ ഫസ്റ്റും സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, പക്ഷെ തേർഡും ഫോർത്ത് ക്വാഡ്രന്റിലാണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. അത് എന്തായാലും പ്രശ്നമില്ല, പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നമ്മൾ എടുക്കേണ്ടത് സൈൻ തീറ്റ പോസിറ്റീവായിട്ട് എടുക്കണം. സൈൻ തീറ്റ പോസിറ്റീവായിട്ട് എടുത്തിട്ട് തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അതിനുശേഷം സ്റ്റെപ്പ് 2 നമ്മൾ നോക്കേണ്ടത് തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പർ ഏത് ക്വാഡ്രന്റിലാണെന്ന് നോക്കണം. ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ എക്സും വൈയും രണ്ടും പോസിറ്റീവ് ആയിരിക്കും. അന്നേരം നമ്മൾ കണ്ടുപിടിച്ച തീറ്റ തന്നെയാണ് നമ്മുടെ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ്. ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ സെറ്റിന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എക്സും വൈയും രണ്ടും പോസിറ്റീവ് ആയിരിക്കും. അന്നേരം നമ്മൾ കണ്ടുപിടിച്ച തീറ്റ തന്നെയാണ് നമ്മുടെ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ്. സെറ്റ് നെഗറ്റീവ് ക്വാഡ്രന്റിലാണെങ്കിൽ, അതായത് എക്സ് കോർഡിനേറ്റ് മൈനസും വൈ കോർഡിനേറ്റ് പോസിറ്റീവ് വന്നാൽ സെറ്റ് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. അന്നേരം നമ്മൾ എടുക്കേണ്ട പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് പൈ മൈനസ് തീറ്റ. ഇനി തേർഡ് ക്വാഡ്രന്റിലാണെങ്കിൽ എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ് ആയിരിക്കും, വൈ കോർഡിനേറ്റ് നെഗറ്റീവ് ആയിരിക്കും. അന്നേരം നമ്മൾ എടുക്കേണ്ട പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് മൈനസ് ഓഫ് പൈ മൈനസ് തീറ്റ. ഇനി സെഡ് ഫോർത്ത് ക്വാഡ്രന്റ് ആണെങ്കിൽ എക്സ് പോസിറ്റീവ് വൈ നെഗറ്റീവ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ എടുക്കേണ്ട ആർഗ്യുമെന്റ് മൈനസ് തീറ്റ. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് സൈൻ തീറ്റ പോസിറ്റീവ് ആയ വാല്യൂ എടുത്തിട്ട് തീറ്റ കണ്ടുപിടിക്കും. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് സെഡ് ഏത് ക്വാഡ്രന്റിലാണെന്ന് നോക്കണം. ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ തീറ്റ, സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിൽ പൈ മൈനസ് തീറ്റ, തേർഡ് ക്വാഡ്രന്റിലാണെങ്കിൽ മൈനസ് ഓഫ് പൈ മൈനസ് തീറ്റ, ഫോർത്ത് ക്വാഡ്രന്റിലാണെങ്കിൽ മൈനസ് തീറ്റ. ഇത്ര കാര്യം മാത്രം ഓർത്താൽ മതി, നമുക്ക് പെട്ടെന്ന് ആർഗ്യുമെന്റ് കണ്ടുപിടിക്കാം. സൈൻ തീറ്റ പോസിറ്റീവ് എടുത്തിട്ട് തീറ്റ കണ്ടുപിടിക്കണം. സെഡ് ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ തീറ്റ, സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിൽ പൈ മൈനസ് തീറ്റ, സെഡ് തേർഡ് ക്വാഡ്രന്റിലാണെങ്കിൽ മൈനസ് ഓഫ് പൈ മൈനസ് തീറ്റ, സെഡ് ഫോർത്ത് ക്വാഡ്രന്റിലാണെങ്കിൽ മൈനസ് തീറ്റ. തീറ്റ മൈനസ് തീറ്റ, പൈ മൈനസ് തീറ്റ, മൈനസ് ഓഫ് പൈ മൈനസ് തീറ്റ. അതുപോലെ ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, ഈ ഒരു ഫിഗർ ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആർഗ്യുമെന്റ് തെറ്റുകൂടാതെ കണ്ടുപിടിക്കാം. തീറ്റ മൈനസ് തീറ്റ, പൈ മൈനസ് തീറ്റ, ഇതിന്റെ നെഗറ്റീവ് മൈനസ് ഓഫ് പൈ മൈനസ് തീറ്റ. തീറ്റ അതിന്റെ നെഗറ്റീവ്, പൈ മൈനസ് തീറ്റ അതിന്റെ നെഗറ്റീവ് വാല്യൂ. ഇനി സൈനിന്റെ കുറച്ച് വാല്യൂസ് നിങ്ങൾക്കൊക്കെ അറിയാം ഇത്, എന്നാൽ ഒന്നും കൂടി ഞാനൊന്ന് ഓർമ്മിപ്പിക്കുവാണ്.
ഇക്വിലാറ്റർ ട്രയാങ്കിളിന്റെ ഹാഫ് പോർഷൻ ആണിത്. ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു, അതിനെ കട്ട് ചെയ്ത് മാറ്റിയതാണ്. ഒരു സൈഡ് 2, അപ്പോൾ ഹാഫ് പാർട്ട് വരുമ്പോൾ അതിന്റെ 1 വരും. ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 1 വരും. പിന്നെ ഈ ഡിസ്റ്റൻസ് പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്ത √3. ഓക്കെ, ഈ ട്രയാങ്കിൾ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. 2, 1, √3. ദിസ് ആംഗിൾ 60 ഡിഗ്രി π/3. ദിസ് ഇസ് 30 ഡിഗ്രി π/6. Sin π/3 opposite side by hypotenuse √3/2. Sin π/6 is opposite side by hypotenuse 1/2. Sin π/4 is 1/√2. Sin 0, 0. Sin π/2 1. ഈ പ്ലസ് സൈനാണ് നമ്മൾ സൈനിന്റെയും കോസിന്റെ വാല്യൂസ് ഒക്കെ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്. സൈൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സൈൻ 0, 0. സൈൻ π/2 1. ട്രിഗ്നോമെട്രിക് ചാപ്റ്ററിൽ നമ്മൾ ഇതൊക്കെ പഠിക്കും. ഇപ്പോൾ ഇത്രയും വാല്യൂസ് ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ആർഗ്യുമെന്റ് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. സൈൻ π/3 √3/2. സൈൻ π/6 1/2. സൈൻ π/4 1/√2. സൈൻ 0, 0. സൈൻ π/2 1. ഇനിയിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ആണ്, സെക്കൻഡ് മെത്തേഡ് ആണ്. ഏതെങ്കിലും ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, വി ഹാവ് ടാൻ തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. അപ്പോൾ നമ്മളിവിടെ ടാൻ ആൽഫ, ഇമാജിനറി പാർട്ട് ഓഫ് സെറ്റ് ഇസ് ആർ സൈൻ തീറ്റ, റിയൽ പാർട്ട് ഇസ് ആർ കോസ് തീറ്റ. ടേക്ക് ടാൻ ആൽഫ ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇമാജിനറി പാർട്ട് ഓഫ് സെറ്റ് ഡിവൈഡഡ് ബൈ റിയൽ പാർട്ട് ഓഫ് സെറ്റ്. ദാറ്റ് ഇസ് ടാൻ ആൽഫ ഈക്വൽ ടു മോഡുലസ് ഓഫ് y ബൈ എക്സ്. If z is equal to x plus iy, take tan alpha equal to modulus of y by x. ഇങ്ങനെ എടുത്തിട്ട് ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അതിനുശേഷം പ്രിൻസിപ്പൽ ആർഗ്യുമെന്റിന്റെ വാല്യൂ വരുന്നത് if z is in first quadrant, take alpha itself. If z is in second quadrant, take theta equal to pi minus alpha. When z is in third quadrant, theta is equal to minus of pi minus alpha. When z is in fourth quadrant, theta is equal to minus alpha. നേരത്തെ പഠിച്ച പോലെ തന്നെയാണിത്. അവിടെ നമ്മൾ സൈൻ തീറ്റ എടുത്തിട്ട് തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കും. ഇവിടെ ടാൻ ആൽഫ എടുത്തിട്ട് ആൽഫയുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഈ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യും. രണ്ടും സിമിലർ ആയ മെത്തഡാണ്. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ആ ഫോം അപ്ലൈ ചെയ്യാം. ഞാൻ ഇവിടെ ഇപ്പോൾ ചെയ്യുന്നത് സൈൻ തീറ്റ ഉപയോഗിച്ചുകൊണ്ടാണ്. സൈൻ തീറ്റയുടെ വാല്യൂസ് ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് സൈൻ തീറ്റ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമില്ല, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയ ഏത് മെത്തേഡ് നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. ഇഫ് സെഡ് ഇസ് ഇൻ റിയൽ ആക്സിസ്, നമ്മുടെ സെഡ് റിയൽ ആക്സിസിന്റെ മുകളിലാണ് വരുന്നതെങ്കിൽ അവിടെ y കോർഡിനേറ്റ് 0. സോ സൈൻ തീറ്റ ഈക്വൽ ടു 0, തീറ്റ ഈക്വൽ ടു 0. വെൻ സെഡ് ഇസ് ഇൻ റിയൽ ആക്സിസ്, ടേക്ക് ആർഗ്യുമെന്റ് തീറ്റ ഈക്വൽ ടു 0. വെൻ സെഡ് ഇസ് ഇൻ ഇമാജിനറി ആക്സിസ്, ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സെഡ് ഇവിടെയാണ്, 0y എന്ന് പറഞ്ഞ പോയിന്റ് ആണ് സെഡ്. അപ്പോൾ ഇവിടെ വരുന്ന ഈ ആംഗിൾ π/2. സോ ടേക്ക് തീറ്റ ഈക്വൽ ടു π/2. വെൻ സെഡ് ഇസ് ഇൻ നെഗറ്റീവ് റിയൽ ആക്സിസ്, ഇവിടെയാണ് നമ്മൾ സെഡ് വരുന്നതെങ്കിൽ -x0 ഇതുപോലെയാണ് വരുന്നതെങ്കിൽ നമ്മൾ എടുക്കേണ്ട തീറ്റ പൈ. ഈ ആംഗിൾ പൈ ആണ്. സെഡ് റിയൽ ആക്സിസിന്റെ മുകളിലാണെങ്കിൽ തീറ്റ 0. സെഡ് ഇമാജിനറി ആക്സിസിന്റെ മുകളിലാണെങ്കിൽ ഈ ആംഗിൾ വരുന്നത് π/2. സോ ടേക്ക് തീറ്റ ഈക്വൽ ടു π/2. സെഡ് നെഗറ്റീവ് റിയൽ ആക്സിസിന്റെ മുകളിലാണ് വരുന്നതെങ്കിൽ ഈ ആംഗിൾ വരുന്നത് എന്താ, പൈ ആണ്. അപ്പൊ നമ്മൾ എടുക്കേണ്ട ആർഗ്യുമെന്റ് പൈ. പക്ഷേ സെഡ് നെഗറ്റീവ് ഇമാജിനറി ആക്സിസിന്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ഈ ആംഗിൾ വരുന്നത് 3π/2, വിച്ച് ഇസ് നോട്ട് പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ്. സോ വി ഹാവ് ടു ടേക്ക് -π/2. ഇവിടുന്ന് ഇവിടത്തേക്കില്ല, ഈ ആംഗിളാണ് എടുക്കേണ്ടത് -π/2. 0π π/2 -π/2. സെഡ് റിയൽ ആക്സിസിന്റെ മുകളിലാണെങ്കിൽ ആർഗ്യുമെന്റ് 0. സെഡ് ഇമാജിനറി ആക്സിസിന്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ആർഗ്യുമെന്റ് π/2. സെറ്റ് നെഗറ്റീവ് റിയൽ ആക്സിസിന്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ആർഗ്യുമെന്റ് പൈ. സെറ്റ് നെഗറ്റീവ് ഇമാജിനറി ആക്സിസിന്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ട ആർഗ്യുമെന്റ് -π/2. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ദ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് തീറ്റ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ലൈങ് ഓൺ റിയൽ ആൻഡ് ഇമാജിനറി ആക്സിസ്. ഓക്കെ, ഈ ഒരു ഫിഗർ ഓർത്ത് വെച്ചാൽ മതി. 0π π/2 -π/2. If z is on positive real axis, theta equal to 0. Negative real axis, theta is pi. Positive imaginary axis, theta is π/2. Negative imaginary axis, theta is -π/2. ഇനി നമുക്ക് പ്രോബ്ലം സെക്ഷനിലേക്ക് കടക്കാം. എക്സസൈസ് 5.2 എല്ലാ പ്രോബ്ലംസും ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. അതുകൂടാണ്ട് എക്സ്ട്രാ പ്രോബ്ലംസും ചെയ്യുന്നുണ്ട്. ഓക്കെ, കൺവേർട്ട് ഫോളോവിങ് കോംപ്ലക്സ് നമ്പേഴ്സ് ടു പോളാർ ഫോം. 1 plus i, -1 plus i, -1 minus i, 1 minus i. ഈ പ്രോബ്ലംസ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ ഇരിക്കുന്ന പോയിന്റ് 1 1
ഇതിനെ നമുക്ക് ഓർഡേഡ് പെയർ 1 1 ആയിട്ട് എഴുതാം. അതായത് പോയിന്റ് ഇസ് 1 1 വിച്ച് ഇസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഇവിടെ -1 1 വിച്ച് ഇസ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ്. -1 ഇസ് ഇൻ തേർഡ് ക്വാഡ്രന്റ്. 1 -1 ഇസ് ഇൻ ഫോർത്ത് ക്വാഡ്രന്റ്. So here Z is in first quadrant, this Z is in second quadrant, and this Z is in third quadrant. Here this Z is in fourth quadrant. Now first one, we have to convert Z to polar form. അപ്പോൾ polar form ലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ r theta രണ്ട് വാല്യൂസ് കണ്ടുപിടിക്കണം. മോഡുലസ് ഓഫ് Z ആൻഡ് ആർഗ്യുമെന്റ് ഓഫ് Z രണ്ട് വാല്യൂസ് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കേണ്ട മെത്തേഡ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് കേട്ടോളണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Z equal to 1 plus I. So x plus iy, complex number is of the form x plus iy, which is equal to 1 plus I. Equating real parts, we get x is equal to 1. Equating imaginary parts, y is equal to 1. 1 plus I is I into 1. So y is equal to 1. Now polar form is z is equal to r into cos theta plus I sin theta, where r equal to modulus of z, which is root of x square plus y square. X is 1, y is 1. So root of 1 square plus 1 square. 1 plus 1 is 2. So root of 2. So r is equal to root 2. ഇനി നമ്മൾ ചെയ്യേണ്ടത് പോളാർ ഫോമിനെയും തന്നിരിക്കുന്ന എക്സ് പ്ലസ് ഐ വൈ ഫോമിനെയും ഇക്വേറ്റ് ചെയ്തിട്ട് കോസ് തീറ്റ സൈൻ തീറ്റ കണ്ടുപിടിക്കണം. അതായത് ആർ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ഈക്വൽ ടു 1 പ്ലസ് ഐ. ആർ ഇസ് റൂട്ട് 2. സോ റൂട്ട് 2 ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ഈക്വൽ ടു 1 പ്ലസ് I into 1. 1 plus I is 1 plus I into 1. So root 2 cos theta equal to 1. Root 2 sin theta equal to 1. Real parts തമ്മിൽ equate ചെയ്യണം. Imaginary parts തമ്മിൽ equate ചെയ്യണം. So what is cos theta? Cos theta equal to 1 by root 2. Sin theta equal to 1 by root 2. അപ്പോൾ 1 by root 2 ഇട്ടാണെങ്കിൽ തീറ്റ എന്താവണം? pi by 4. So here argument equal to pi by 4. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. Z is in first quadrant. Cos and sin both are positive. Z is in first quadrant. So we have to take principal argument as pi by 4. So polar form is Z is equal to r into cos theta plus I sin theta. That is equal to root 2 into cos pi by 4 plus I sin pi by 4. Now second one, Z is equal to -1 plus I. x plus iy equal to -1 plus I into 1. I നെ I into 1 ആയിട്ട് എഴുതണം. So x is equal to -1, y is equal to 1. Now polar form is Z is equal to r into cos theta plus I sin theta. R equal to root of x square plus y square, that is root of -1 square plus 1 square. -1 square is 1. So root of 1 plus 1, which is equal to root 2. തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലത്തിന്റെ അതേ മോഡുലസ് ആണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. അപ്പൊ ഈ 4 പ്രോബ്ലത്തിലും നമുക്ക് മോഡുലസ് വാല്യൂ സെയിം റൂട്ട് 2 തന്നെ കിട്ടും. Equating polar form to x plus iy form, we get r cos theta plus I sin theta equal to -1 plus I. Here r is root 2, so root 2 cos theta plus I root 2 sin theta equal to -1 plus I into 1. So root 2 cos theta equal to -1, root 2 sin theta equal to 1. So cos theta equal to -1 by root 2, sin theta equal to 1 by root 2. അപ്പോൾ സൈൻ തീറ്റ പോസിറ്റീവ് വാല്യൂ ആണ് ഇവിടെ ഇരിക്കുന്നത്. സൈൻ തീറ്റ ഈക്വൽ ടു 1 by root 2. So we get theta equal to pi by 4. Okay, sin pi by 4 is 1 by root 2. So theta equal to pi by 4. പക്ഷെ കോസ് ഇരിക്കുന്നത് നെഗറ്റീവ് ആണ്. എക്സ് കോർഡിനേറ്റ് നെഗറ്റീവും വൈ കോർഡിനേറ്റ് പോസിറ്റീവ് ആണ്. അതായത് സെഡ് വരുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിൽ സെഡ് വന്നാൽ നമ്മൾ എടുക്കേണ്ട പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് പൈ മൈനസ് പൈ ബൈ 4. സൈൻ തീറ്റ 1 by root 2 എടുത്തിട്ട് തീറ്റ കണ്ടുപിടിക്കുക. പൈ ബൈ 4 കണ്ടുപിടിക്കണം. പക്ഷെ സെഡ് ഇരിക്കുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സോ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് ഇസ് പൈ മൈനസ് പൈ ബൈ 4. പൈ മൈനസ് പൈ ബൈ 4 ഇസ് 4 minus pi by 4, which is equal to 3 pi by 4. Cos of 3 pi by 4 is -1 by root 2. Sin of 3 pi by 4 is 1 by root 2. In second quadrant, sin is positive, cos is negative. Therefore, polar form Z equal to r into cos theta plus I sin theta. R is root 2, theta equal to 3 pi by 4. So this is equal to root 2 into cos 3 pi by 4 plus I sin 3 pi by 4. Now third one, Z equal to -1 minus I. So x plus iy equal to -1 minus I into 1 or -1 plus I into -1. ഈ മൈനസിനെ 1ന്റെ കൂടെ എടുക്കണം. -1 plus I into -1. So x is equal to -1, y is equal to -1. Now polar form is Z is equal to r into cos theta plus I sin theta.
where r is root of x square plus y square, that is root of minus 1 square plus minus 1 square, that is root of 1 plus 1, which is equal to root 2. Same value തന്നെ കിട്ടും. ഇനി നമ്മൾ തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പോളാർ ഫോമും എക്സ് പ്ലസ് ഐ വൈ ഫോമും ഇക്വേറ്റ് ചെയ്യണം. റിയൽ പാർട്സ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യണം. റൂട്ട് 2 കോസ് തീറ്റ ഈക്വൽ ടു -1, റൂട്ട് 2 സൈൻ തീറ്റ ഈക്വൽ ടു -1. സോ കോസ് തീറ്റ ഇസ് -1 ബൈ റൂട്ട് 2, സൈൻ തീറ്റ ഈക്വൽ ടു -1 ബൈ റൂട്ട് 2. ഇതിൻ്റെ പോസിറ്റീവ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ സൈൻ തീറ്റ ഈക്വൽ ടു 1 ബൈ റൂട്ട് 2 എടുത്തു കഴിഞ്ഞാൽ തീറ്റ കിട്ടുന്നത് പൈ ബൈ 4. ഈ കോംപ്ലക്സ് നമ്പർ ഇരിക്കുന്നത് തേർഡ് ക്വാഡ്രന്റിലാണ്. എക്സും നെഗറ്റീവ് ആണ്, വൈയും നെഗറ്റീവ് ആണ്. സോ സെഡ് ഇസ് ഇൻ തേർഡ് ക്വാഡ്രന്റ്. സോ വി ഹാവ് ടു ടേക്ക് മൈനസ് ഓഫ് പൈ മൈനസ് പൈ ബൈ 4. ദാറ്റ് ഇസ് ഈക്വൽ ടു -3 പൈ ബൈ 4. സോ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് ഇസ് -3 പൈ ബൈ 4. ഇപ്പൊ നമുക്ക് ആറിന്റെ വാല്യൂ അറിയാം, ആംഗിളും അറിയാം. സോ പോളാർ ഫോം ഇസ് root 2 into cos -3 pi by 4 plus I sin -3 pi by 4. ഇവിടെ എഴുതുന്ന വാല്യൂ തന്നെയാണ് ഇവിടെ എഴുതേണ്ടത്. സെയിം വാല്യൂ തന്നെ എഴുതിയേക്കണം, തെറ്റിക്കാണ്ട് എഴുതി വെച്ചേക്കണം. Now fourth one, z is equal to 1 minus I. x plus iy equal to 1 minus I, which is equal to 1 plus I into -1. Okay, I യുടെ coefficient -1 ആണ്. So I into -1. So x is equal to 1, y is equal to -1. Polar form is z is equal to r into cos theta plus I sin theta. R is equal to root 2. Same value തന്നെ കിട്ടും ഇവിടെയും. Now take polar form and x plus iy form. Equating, we get root 2 cos theta equal to 1, root 2 sin theta equal to -1. So cos theta is 1 by root 2, sin theta equal to -1 by root 2. ഇത് പോസിറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആംഗിൾ പൈ ബൈ 4. ഇവിടെ എക്സ് കോർഡിനേറ്റ് പോസിറ്റീവ്, വൈ കോർഡിനേറ്റ് നെഗറ്റീവ് ആണ്. സോ ദിസ് സെഡ് ഇസ് ഇൻ ഫോർത്ത് ക്വാഡ്രന്റ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ട ആംഗിൾ എന്താ? മൈനസ് തീറ്റ, ദാറ്റ് ഇസ് മൈനസ് പൈ ബൈ 4. If z is 1 by root 2, then theta is pi by 4. But here z is in fourth quadrant, so theta is minus pi by 4. So polar form is root 2 cos of minus pi by 4 plus I sin minus pi by 4. Convert following complex numbers to polar form. Now first one -3, second one root 3 plus I, third one I. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം, അതിനുശേഷം ആൻസർ വെരിഫൈ ചെയ്യുക. വീഡിയോ പോസ് ചെയ്തിട്ട് പ്രോബ്ലം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ആദ്യം തന്നിരിക്കുന്നത് -3, ദാറ്റ് ഇസ് പ്യുവർലി റിയൽ നമ്പർ. z is equal to -3. So x plus iy equal to -3. This -3 we can write it as -3 plus I into 0. Imaginary part 0 ആണ്, റിയൽ പാർട്ട് മാത്രമേ ഉള്ളൂ. So x is equal to -3, y equal to 0. Polar form is z is equal to r into cos theta plus I sin theta. R equal to root of x square plus y square. X is -3, so -3 whole square plus y is 0, 0 square. -3 square is 9, so root of 9 which is equal to 3. So R is equal to 3. നമ്മൾ ഇനി തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് പോളാർ ഫോമും തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പറും ഇക്വേറ്റ് ചെയ്യണം. So we get 3 cos theta. R is 3, so 3 cos theta plus I sin theta equal to -3 plus I into 0. So 3 cos theta equal to -3, 3 sin theta equal to 0. So cos theta -1, sin theta 0 by 3, 0. Sin theta equal to 0, cos theta equal to -1. This is possible when theta is equal to pi. Z is in negative real axis. So theta is equal to pi. X value -1 and y value 0. So Z is in negative real axis. So theta is pi. So polar form is 3 into cos pi plus I sin pi. Now second one, z is equal to root 3 plus I. So x plus iy equal to root 3 plus I into 1. Okay, I we can write it as I into 1. So x is root 3, y is equal to 1. Polar form is r into cos theta plus I sin theta. R equal to root of x square plus y square. That is root of root 3 square plus 1 square. That is root of 3 plus 1 which is root 4 which is equal to 2. ആൻസർ കിട്ടിയല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും. ഇനി നമ്മൾ തീറ്റ കണ്ടുപിടിക്കണം. തീറ്റ പെട്ടെന്ന് കണ്ടുപിടിച്ചേ. പോളാർ ഫോമും എക്സ് പ്ലസ് ഐ വൈ ഫോം ഇക്വേറ്റ് ചെയ്യണം. ആറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 cos theta, 2 into cos theta plus I sin theta equal to root 3 plus I into 1 എന്ന് കിട്ടും. So 2 cos theta equal to root 3, 2 sin theta equal to 1, cos theta equal to root 3 by 2, sin theta equal to 1 by 2. Sin theta 1 by 2 കിട്ടണമെങ്കിൽ ആംഗിൾ തീറ്റ എന്തായിരിക്കണം? പൈ ബൈ 6.
theta equal to pi by 6. Z is in first quadrant, so principal argument is pi by 6. So polar form is 2 into cos pi by 6 plus I sin pi by 6. Now third one, Z is equal to I. Purely imaginary number. Imaginary axis in the മുകളിലാണ് Z ഇരിക്കുന്നത്. So we get x plus iy equal to I. We can write I as 0 plus I into 1. Real part is 0. Imaginary part is 1. I is I into 1. So x is equal to 0. Y is equal to 1. Polar form is Z equal to R into cos theta plus I sin theta. R equal to root of x square plus y square. That is root of 0 square plus 1 square. 1 square is 1. So we get root of 1. Root of 1 is 1. So R is equal to 1. Equating polar form and x plus iy form, we get r into cos theta plus I sin theta equal to 0 plus I into 1. R is 1. So cos theta plus I sin theta equal to 0 plus I into 1. Cos theta equal to 0. Sin theta equal to 1. Sin theta 1 varangil theta എന്തായിരിക്കും pi by 2. So principal argument is pi by 2. Here Z is on imaginary axis. So theta is pi by 2. Now polar form is Z equal to R into cos theta plus I sin theta. R is 1, theta is pi by 2. So 1 into cos pi by 2 plus I sin pi by 2. Represent the complex number 1 plus I root 3 in the polar form. Polar ഫോമിലേക്ക് എഴുതാൻ എല്ലാവരും പഠിച്ചു കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം. ആൻസർ കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യാം. Z is equal to x plus iy, that is equal to 1 plus I into root 3. So equating real parts, we get x is equal to 1. Imaginary parts, we get y is equal to root 3. Polar form is r into cos theta plus I sin theta, where r is root of x square plus y square. X is 1, y is root 3. So root of 1 square plus root 3 square. Root 3 square is 3. 1 plus 3 is 4. Root of 4 is 2. So r is equal to 2. Modulus of Z is equal to 2. Now r is equal to 2. So 2 into cos theta plus I sin theta equal to 1 plus I root 3. So 2 cos theta equal to 1. 2 sin theta equal to root 3. Cos theta equal to 1 by 2. Sin theta equal to root 3 by 2. Sin theta root 3 by 2 കിട്ടണമെങ്കിൽ theta എന്തായിരിക്കും pi by 3. Now Z is in first quadrant. X and Y coordinates are positive. So Z is in first quadrant. So principal argument is pi by 3. So polar form is 2 into cos pi by 3 plus I sin pi by 3. Find modulus and argument of Z is equal to minus 1 minus I root 3. Modulusum argument കണ്ടുപിടിക്കണം. Modulus of Z ഉം theta കണ്ടുപിടിക്കണം. If Z is equal to A plus IB, modulus of Z is root of A square plus B square. Here A is equal to minus 1, B is equal to minus root 3. So modulus of Z is equal to root of minus 1 whole square plus minus root 3 whole square. Minus 1 square is 1. Minus square is positive. Root 3 square is 3. 1 plus 3 is 4. Root of 4 is 2. So modulus of Z is equal to 2. ഇനി ആർഗ്യുമെന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ടാൻ ആൽഫ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ആർ കോസ് തീറ്റ ആർ സൈൻ തീറ്റ ഉപയോഗിച്ചുകൊണ്ടും കണ്ടുപിടിക്കാം. Polar form is r into cos theta plus I sin theta. R is 2. So 2 into cos theta plus I sin theta equal to minus 1 minus I root 3. So 2 cos theta plus I into 2 sin theta equal to minus 1 minus I root 3. So 2 cos theta equal to minus 1. 2 sin theta equal to minus root 3. So cos theta equal to minus 1 by 2. Sin theta equal to minus root 3 by 2. ഇപ്പോൾ ഇവിടെ രണ്ടും നെഗറ്റീവ് ആണ്, തേർഡ് ക്വാഡ്രന്റ് ആണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ സൈൻ തീറ്റ പോസിറ്റീവ് ആയിട്ട് തീറ്റ കണ്ടുപിടിക്കണം. സൈൻ തീറ്റ റൂട്ട് 3 by 2 ആണെങ്കിൽ തീറ്റയുടെ വാല്യൂ എന്താ പൈ ബൈ 3. സൈൻ പൈ ബൈ 3 റൂട്ട് 3 by 2 ആണ്. സൈൻ തീറ്റ പോസിറ്റീവ് ആയ തീറ്റ പൈ ബൈ 3 ആണ്. പക്ഷെ ഇവിടെ സെഡ് ഇരിക്കുന്നത് തേർഡ് ക്വാഡ്രന്റിലാണ്. അപ്പം അന്നേരം നമ്മൾ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് എടുക്കേണ്ടത് മൈനസ് ഓഫ് പൈ മൈനസ് പൈ ബൈ 3. മൈനസ് ഓഫ് പൈ മൈനസ് തീറ്റ. ഹിയർ തീറ്റ ഇസ് പൈ ബൈ 3. സോ മൈനസ് ഓഫ് pi minus pi by 3. So principal argument is minus 2 pi by 3. Okay, third quadrant Z വരുന്നത്. അന്നേരം നമ്മൾ എടുക്കേണ്ട തീറ്റ മൈനസ് ഓഫ് പൈ മൈനസ് പൈ ബൈ 3. So minus 2 pi by 3. So argument is minus 2 pi by 3. ഈ ടൈപ്പ് പ്രോബ്ലംസ് ഒരുപാട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിൽ പതിയും. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഒരുപാട് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. നിങ്ങൾ കുറച്ച് സമയം എടുത്തിട്ട് വീഡിയോസ് മെല്ലെ മെല്ലെ കണ്ട് എല്ലാ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കണം. ഓക്കെ, ഫൈൻഡ് ദ മോഡുലസ് ആൻഡ് ആർഗ്യുമെന്റ് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ Z is equal to minus root 3 plus I. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തേ.
Z is equal to minus root 3 plus I. So x plus iy equal to minus root 3 plus I into 1. I മാത്രമേ ഉള്ളൂ, അതായത് I into 1 ആണത്. അപ്പോൾ ഇവിടെ y വാല്യൂ 1. x is equal to minus root 3, y is equal to 1. Modulus of z is equal to root of x square plus y square, that is root of minus root 3 whole square plus 1 square. Minus root 3 whole square is 3, 1 square is 1, 3 plus 1 is 4, root of 4 is 2. So modulus of z is equal to 2. ഇനി പോളാർ ഫോം എടുക്കുക, തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പർ ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. റിയൽ പാർട്സ് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 cos തീറ്റ ഈക്വൽ ടു മൈനസ് റൂട്ട് 3, 2 sin തീറ്റ ഈക്വൽ ടു 1, സോ sin തീറ്റ ഈക്വൽ ടു 1/2, cos തീറ്റ ഈക്വൽ ടു മൈനസ് റൂട്ട് 3/2. sin തീറ്റ 1/2 കിട്ടണമെങ്കിൽ തീറ്റ എന്താണ്? π/6. പക്ഷെ ഇവിടെ എക്സ് വാല്യൂ നെഗറ്റീവും y വാല്യൂ പോസിറ്റീവും ആണ്. അതായത് സെഡ് വരുന്നത് സെക്കൻഡ് ക്വാർട്ടറിലാണ്. സെഡ് സെക്കൻഡ് ക്വാർട്ടറിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് എടുക്കുന്നത് പൈ മൈനസ് π/6, ദാറ്റ് ഈസ് ഈക്വൽ ടു 5π/6. തെറ്റിക്കാണ്ട് എടുക്കണം. സൈൻ പോസിറ്റീവും കോസ് നെഗറ്റീവും വരണമെങ്കിൽ നമ്മൾ എടുക്കേണ്ട ആംഗിൾ പൈ മൈനസ് π/6. സൈൻ ഓഫ് പൈ മൈനസ് π/6 ഇസ് π/6. കോസ് ഓഫ് പൈ മൈനസ് π/6 ഇസ് മൈനസ് കോസ് π/6, which is equal to minus root 3/2. So here angle is 5π/6. So argument of z is equal to 5π/6. Arg z is equal to 5π/6. Convert the complex number minus 16 divided by 1 plus I root 3 into polar form. ഇതിനെ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിനെ ആദ്യം a plus ib ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ a plus ib ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇതിനെ a plus ib ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാ? ഡിനോമിനേറ്ററിന്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഇസ് മൈനസ് 16 ഡിവൈഡ് ബൈ 1 പ്ലസ് ഐ റൂട്ട് 3 ഇൻറ്റു 1 മൈനസ് ഐ റൂട്ട് 3 ഡിവൈഡഡ് ബൈ 1 മൈനസ് ഐ റൂട്ട് 3. ഇതിന്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ്. So numerator is minus 16 into 1 minus I root 3. Denominator is of the form a plus b into a minus b, which is equal to a square minus b square. A is 1, b is I root 3. So 1 square minus I root 3 whole square. I square is minus 1, root 3 square is 3. So minus 1 into minus 1 plus. So we get 1 plus 3. I square minus 1, minus into minus plus. Root 3 square is 3. So 1 plus 3. So we have minus 16 into 1 minus I root 3 divided by 1 plus 3, which is equal to 4. Now cancelling 4, we get minus 4 into 1 minus I root 3, which is equal to minus 4 into 1 is minus 4, minus into minus is plus. So 4I root 3 or I into 4 root 3. So z is equal to minus 4 plus I into 4 root 3. ഇപ്പോൾ ഇത് a plus ib ഫോമിലേക്ക് വന്നു. ഇനി നമ്മൾ ഇതിനെ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. Now here x plus iy equal to minus 4 plus I into 4 root 3. So x is equal to minus 4, y is equal to 4 root 3. Polar form is z equal to r into cos theta plus I sin theta, where r equal to root of x square plus y square, that is root of minus 4 whole square plus 4 root 3 whole square. Minus 4 whole square is 16, 4 square is 16, root 3 square is 3. So second term is 16 into 3. We can take 16 outside, remaining terms are 1 plus 3. 1 plus 3 is 4, 16 into 4 is 64, root of 64 is 8. So r is equal to 8. ഇനി നമ്മൾ തീറ്റയും കൂടി കണ്ടുപിടിക്കാനുണ്ട്. അതിന് നമ്മൾ പോളാർ ഫോമിനെയും തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിനെയും ഇക്വേറ്റ് ചെയ്യണം. r is equal to 8. So 8 cos theta equal to minus 4, 8 sin theta equal to 4 root 3. So cos theta equal to minus 4 by 8, which is equal to minus 1 by 2. Sin theta equal to 4 root 3 by 8, which is equal to root 3 by 2. Sin theta equal to root 3 by 2, so theta equal to pi by 3. But this z is in second quadrant. X coordinate is negative, y coordinate is positive. So z is in second quadrant. So principal argument is pi minus pi by 3, which is equal to 2 pi by 3. So r is 8. Theta is 2 pi by 3. So polar form is 8 into cos 2 pi by 3 plus I sin 2 pi by 3. ഇനി ഡിഫറെൻ്റ് ആയ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാം. ഈ പ്രോബ്ലത്തിൽ ഈ തീറ്റ പിന്നെ ഈ മോഡുലസ് ഓഫ് സെഡ് തന്നിട്ടുണ്ട്. ഈ പ്രോബ്ലത്തിൻ്റെ അകത്ത് ഇവിടെ ഇരിക്കുന്ന ആർഗ്യുമെന്റ് തീറ്റ ഈക്വൽ ടു പൈ ബൈ 4 എന്നും ഈ ഡിസ്റ്റൻസ് മോഡുലസ് ഓഫ് സെഡ് 3 തന്നിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കോംപ്ലക്സ് നമ്പർ കണ്ടുപിടിക്കണം. പ്രോബ്ലം നമുക്കൊന്ന് വായിച്ചു നോക്കാം. In the above figure, z represents a complex number. First one, write the complex number in the polar form.
Second one, find real and imaginary parts of set. Third one, find multiplicative inverse of set in the form a plus ib. അപ്പോൾ നമ്മൾ ആദ്യം കോംപ്ലക്സ് നമ്പറിനെ പോളാർ ഫോമിൽ എഴുതണം. അതിന് മോഡുലസ് ഓഫ് സെഡും ആംഗിൾ തീറ്റയും തന്നിട്ടുണ്ട്. മോഡുലസ് ഓഫ് സെഡ് ഇസ് 3, ആർഗ്യുമെന്റ് ഇസ് π/4. Arg set theta equal to π/4. So polar form is z equal to r into cos theta plus I sin theta. R is 3, theta is π/4. So 3 into cos π/4 plus I sin π/4. What is cos π/4? Cos π/4 is 1/√2. Sin π/4 is 1/√2. In second problem, we have to find real and imaginary parts of z. Now here, z is equal to 3 into cos π/4 plus I sin π/4. Cos π/4 is 1/√2. Sin π/4 is 1/√2. So we get 3 into 1/√2 plus I into 1/√2. That is 3/√2 plus I into 3/√2. So what is real part? Real part is 3/√2. Imaginary part is 3/√2. അപ്പോൾ രണ്ടാമത്തെ പ്രോബ്ലത്തിൻ്റെ ആൻസറായി. തേർഡ് പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ സെറ്റിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് സെറ്റ് ഇൻവേഴ്സ് ഇസ് 1/z. ദാറ്റ് ഇസ് 1/3/√2 പ്ലസ് I ഇൻറ്റു 3/√2. ഇതിന് a പ്ലസ് ib ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുന്നത്. 1 into 3/√2 minus I 3/√2 is 3/√2 minus I into 3/√2. Denominators of the form a plus b into a minus b, a square minus b square. ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. ഇവിടെ 3/√2 ഹോൾ സ്ക്വയർ, 3 സ്ക്വയർ ഇസ് 9, √2 സ്ക്വയർ ഇസ് 2, മൈനസ് I സ്ക്വയർ മൈനസ് 1, അപ്പോൾ ഈ മൈനസിൽ അത് പ്ലസ് ആകും. 3 സ്ക്വയർ ഇസ് 9, √2 സ്ക്വയർ ഇസ് 2, 9/2 എന്ന് വരും. സോ വി ഗെറ്റ് 9/2 പ്ലസ് 9/2. ന്യൂമറേറ്റർ അതുപോലെ എഴുതണം, അതിൽ വ്യത്യാസമൊന്നുമില്ല. 9/2 പ്ലസ് 9/2 is 2 into 9/2. 2 ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് ഡിനോമിനേറ്ററിൽ 9 എന്ന് കിട്ടും. Now divide first term by 9 and second term by 9. First termനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 3/9√2 മൈനസ് സെക്കൻഡ് ടേമിനെയും 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ I into 3/9√2. ഇപ്പോൾ ഈ 3 ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ 1/3√2 മൈനസ് I into 1/3√2 എന്ന് കിട്ടും. Now this is of the form a plus ib form. ഇപ്പോൾ പോളാർ ഫോമിലേക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് പോലെ തന്നെ തിരിച്ച് സെറ്റിലേക്ക് കൊണ്ടുവരാനും നമ്മൾ പഠിച്ചിരിക്കണം. ഒരു കോംപ്ലക്സ് നമ്പർ എക്സ് പ്ലസ് IY ഫോമിൽ തന്നിട്ട് പോളാർ ഫോമിലേക്ക് എഴുതണമെങ്കിൽ മോഡുലസ് r കണ്ടുപിടിക്കണം, ആർഗ്യുമെന്റ് തീറ്റ കണ്ടുപിടിക്കണം. അതുപോലെ നേരെ തിരിച്ച് റിവേഴ്സ് ആയിട്ടും ചോദിക്കാം. മോഡുലസ് ഓഫ് സെഡ് ആറിന്റെ വാല്യൂ തന്നിട്ടുണ്ടാകും, ആർഗ്യുമെന്റ് തീറ്റ തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പോളാർ ഫോമിലേക്ക് എഴുതണം. കോസ് സൈനിന്റെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിന്റെ a പ്ലസ് IB ഫോം കിട്ടും. പിന്നെ അതിൽ തന്നിരിക്കുന്ന പ്രോബ്ലംസ് ഒക്കെ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമ്മൾ സെക്കൻഡ് പ്രോബ്ലം റിയൽ പാർട്ടും ഇമാജിനറി പാർട്ട് കണ്ടുപിടിച്ചു. തേർഡ് പ്രോബ്ലത്തിൽ ഇൻവേഴ്സ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിച്ചു. അതൊക്കെ ചെയ്യാൻ നമ്മൾ സെറ്റിന്റെ a പ്ലസ് IB ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച മെയിൻ ആയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ആർഗന്റ് പ്ലെയിൻ, പോളാർ ഫോം, പോളാർ റെപ്രസെൻറ്റേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഇന്ന് സോൾവ് ചെയ്തു. എല്ലാ പ്രോബ്ലംസും ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, താങ്ക് യു.